ഈ ഡോർ തകർത്ത് ഇതിൽ നിന്ന് കോഴിയെ കൊണ്ടുപോകുമായിരുന്നു ചെയ്തത്. ഈ ഡോറ് അത് അങ്ങനെ അതിൽ നിന്ന് കോഴിയെ കൊണ്ടുപോയി. പിന്നെ പുലി ചെയ്തത് ഈ ഡോർ തുറന്നു. അവിടെ പുറകിലുള്ള ഡോറ് കണ്ടോ, ഇതിങ്ങനെ ക്ലിപ്പ് പോലത്തെ ഒരു സാധനം കൊണ്ടുള്ള ഡോറാ. അതെ, ഈ ഡോറ് പുലി തുറന്നു. ഇതിനകത്താണ് കരിങ്കോഴി ഇട്ടിരുന്നത്. അതിനെ കൊണ്ടുപോയി. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ രാത്രി ഇവിടെ പുലി കയറി ഒരു വീട്ടിലെ 7 കോഴികളെയാണ് കൊന്നിരിക്കുന്നത്. ടൗണിനോട് ചേർന്ന പ്രദേശമാണ് ഈ കോട്ടക്കുന്ന് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ ബത്തേരി ടൗണിലേക്ക്. അപ്പോൾ ഇത്ര അടുത്ത് പുലിയൊക്കെ ഇറങ്ങി ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ്. മാത്രമല്ല ഈ അടുത്തൊക്കെ നമ്മൾ കണ്ടാണ്, ബത്തേരി ടൗണിൽ തന്നെ കടകളിൽ കൂടെയൊക്കെ മാനൊക്കെ കയറിയ ആദ്യമൊക്കെ കണ്ടാണ്. അപ്പോൾ ഇതുപോലെ വന്യമൃഗങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ടൗണിൽ കൂടെയൊക്കെ ഇങ്ങനെ വിഹരിച്ച് നടക്കുകയാണ്. മനുഷ്യർക്ക് മാത്രമേ വിലയില്ലാത്തൊരു സാഹചര്യമുള്ളൂ. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷൻ ഒന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ നേരെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് ബത്തേരി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. വളരെ ഹൈവേ സൈഡാണ്. ഇഷ്ടം പോലെ വീടുകൾ മാത്രമുള്ള സ്ഥലമാണ്. അതായത് ബത്തേരി ടൗൺ തന്നെയാണ് കേട്ടോ. ബത്തേരി ടൗണിനോട് ഇവിടുന്ന് ഒരു 100 മീറ്ററും കൂടെ പോയാൽ ബത്തേരി ടൗൺ എത്തി. ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ മൈസൂർ റോഡാണിത്. ബത്തേരി ടൗൺ കഴിഞ്ഞ് മൈസൂർ റോഡിലേക്ക് കയറുന്ന ആ ഒരു വഴിയാണ്. ഇവിടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, എന്താണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഭയങ്കര ഭീകരം തന്നെയാണ് കേട്ടോ. ഈ ഇത്രയും ടൗണിൽ പോലും വന്യമൃഗങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് പോൾ മാത്യൂസ്. ഈ സ്ഥലം ശരിക്കും കോട്ടക്കുന്ന്. ഈ സ്ഥലം കോട്ടക്കുന്ന്. നമ്മുടെ തൊട്ടുപുറകെ കാണുന്നത് മൈസൂർ റോഡാണ്, നാഷണൽ ഹൈവേ ആണ്. ഇതെല്ലാം ജനവാസ മേഖലയാണ്, കടകളെല്ലാം ഉണ്ട്. ടൗണിന്റെ ഭാഗം തന്നെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ചുറ്റും വീടുകളുള്ള പ്രദേശം. ചുറ്റും വീടുകളുണ്ടെന്ന് മാത്രമല്ല, കടയുണ്ട്. തൊട്ടപ്പുറത്ത് ഹോട്ടലുണ്ട്, അവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഓഡിറ്റോറിയം കുറച്ച് അപ്പുറത്താണ്. അതുപോലെ സ്ഥിരം ഒരു വലിയൊരു ജനവാസ മേഖലയും ഒരു ടൗണിന്റെ കൊമേഴ്ഷ്യൽ ഏരിയയാണ് ഇവിടെ ഉള്ളത്. എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഇന്നലെ രാത്രി ഏതാണ്ട് 1:06-നാണ് പുലി വരുന്നത്. 1:06-ന് പുലി വന്നു. അതിനുശേഷം 1:45-നും കൂടെ പുലി വന്നിട്ടുണ്ട്. 2 തവണ വന്നായിട്ട് നമുക്കറിയാം. പക്ഷെ 2 തവണയല്ല, കൂടുതൽ തവണ വന്നിട്ടുണ്ട്. കാരണം അത്രയും കോഴികൾ പോയിട്ടുണ്ട്. എത്ര കോഴി പോയി? മൊത്തം 7 കോഴികളാണ് പോയത്. എനിക്ക് ഉണ്ടായിരുന്നത് കരിങ്കോഴി എന്ന് പറയുന്ന ഒരു വിശിഷ്ടമായ ഒരു കോഴി എന്ന് പറയുന്നത് 3 പെടയും 1 പൂവനും. പിന്നെ അത് കൂടാണ്ട് 3 BB380 സ്ഥിരം എല്ലാ ദിവസവും മുട്ടയിടുന്ന BB380 അത്രയും പോയി. ഇത് കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും വന്നിരുന്നു. അന്ന് വന്നപ്പോൾ പുലിയാന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അന്ന് വന്നിട്ട് കൂട് തകർത്ത് 2 കോഴികളെ കൊണ്ടുപോയി. പിന്നെ അത് ഞാൻ വിചാരിച്ചു വല്ല മരപ്പട്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. ഇതിപ്പോ ക്ലിയർ ആയിട്ട് പുലി ആയതുകൊണ്ട് മനസ്സിലായി ഇതേ രീതി തന്നെയാണ് അന്നും ചെയ്തത്. അപ്പൊ ഇതുപോലെ കോഴിനെ കൊണ്ടുപോയി. അതിനുശേഷമാണ് അല്ല, അന്നൊരു ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷെ ക്യാമറ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തില്ല. അതിന്റെ ആംഗിൾ ഇച്ചിരി മാറിയിരിക്കായിരുന്നു. ഇതിപ്പോ കറക്റ്റ് ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് ക്യാമറയിൽ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ആ സ്ഥലം കാണിക്കാം. വാ, ഞാനിപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി
ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു വിഷ്വൽ നടന്ന പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള പ്രദേശത്ത് തന്നെയാണ് ഇത് നടന്നത്. എടുത്തോ. ഈ ഒരു കോഴിക്കൂട്ടിൽ നിന്നാണ് കോഴീനെ പിടിച്ചുകൊണ്ട് പോയത് കേട്ടോ. ഇത് മറ്റേ കൂടല്ലേ ഇത്? ആ, എടുത്തോ. ഇത് ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആ മോഡൽ കൂട് തന്നെയല്ലേ? അല്ലേ? ഞാൻ സ്വന്തമായിട്ട് മേടിച്ച പഞ്ചായത്തിൻ്റെ ഒന്ന് എടുത്തോ, ഞാൻ പറഞ്ഞുതരാം അല്ലേ, കാണിച്ചു തരാം, പറഞ്ഞുതരട്ടെ. ആ പറഞ്ഞു. സി, നമുക്ക് ആ വീഡിയോയിൽ കണ്ട പോലെ പുലി ഇവിടെ വന്ന് ഈ കൂടിന്റെ അടിഭാഗം തകർത്തു. പക്ഷെ ഈ അടിഭാഗം തകർത്തുകൊണ്ട് കോഴിയെ കിട്ടില്ല, കാരണം കോഴി ഇതിന്റെ മുകളിലാണ്. പിന്നെ അതിന് മുമ്പ് തന്നെ പുലി ഇതിന്റെ അടിഭാഗം തകർത്തു, ഇവിടെയും തകർത്തു. അതിനുശേഷം ഇതിനെല്ലാം നെറ്റ് വെച്ചിരുന്നത് പുലി തകർത്താണ്. ഇനി പുലി ചെയ്തത് ഈ ഡോറ് തകർത്തു. ഈ ഡോറ് തകർത്ത് ഇതിൽ നിന്ന് കോഴിയെ കൊണ്ടുപോകുമായിരുന്നു ചെയ്തത്. ഈ ഡോറ് അത് അങ്ങനെ അതിൽ നിന്ന് കോഴിയെ കൊണ്ടുപോയി. പിന്നെ പുലി ചെയ്തത് ഈ ഡോറ് തുറന്നു. അവിടെ പുറകിലുള്ള ഡോറ് കണ്ടോ, ഇതിങ്ങനെ ക്ലിപ്പ് പോലത്തെ ഒരു സാധനം കൊണ്ടുള്ള ഡോറാ. അത് ഈ ഡോറ് പുലി തുറന്നു. ഇതിൽ നിന്നാണ് കരിങ്കോഴികൾ, ഇതിനകത്താണ് കരിങ്കോഴി ഇട്ടിരുന്നത്. അതിനെ കൊണ്ടുപോയി നമ്മൾ ഇവിടെ നോക്കുമ്പോ കണ്ടോ, ഇവിടെ നോക്കുമ്പോ ഇതിന്റെ പപ്പും പൂടയും ഒക്കെ കാണാം ഈ പോർഷനിൽ. തന്നെയല്ല, ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെയും കുറച്ച് പപ്പും പൂടയും ഒക്കെ ഉണ്ട്. മഴ പെയ്ത് കാരണം അതൊന്ന് കുതിർന്ന് കിടക്കാണ്. പക്ഷെ ഇവിടെയും പപ്പും പൂടയും ഉണ്ട്. പുലി വന്നിട്ട് ഇവിടെ നിന്ന് അതിൽ കയറി അങ്ങോട്ട് പോവാ ചെയ്തേ. അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പപ്പും അതുപോലെ തന്നെ ഒരു കോഴിയും അവിടെ കാണാം. അവിടെ നമുക്കൊന്ന് പെട്ടെന്ന് പോയി നോക്കാം. ഇത് എല്ലാത്തിനെയും ഭക്ഷിച്ചില്ലല്ലേ? എല്ലാത്തിനെയും ഓരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു പോർഷനാണ് താഴെ കിടക്കുന്നത്. ഇവിടെയല്ല, എങ്ങനെയല്ല ക്യാമറ വെച്ചത്? ഈ ക്യാമറയിലുള്ള വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. നമുക്ക് ഏതായാലും ആ ഒരു കോഴി കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൂടെ ഒന്ന് പോവാം. ഇത് സാറിൻ്റെ തന്നെ സ്ഥലമാ? അതെ. വീടുകളുണ്ട് കേട്ടോ, എല്ലാവർക്കും വീടുകളുള്ളതാണ് കേട്ടോ. ഇടില്ലേ? എന്നിട്ട് പുലി അതിൽ കയറി വന്ന് ഇതിന്റെ സൈഡിൽ കൂടെ പോയി. അപ്പൊ അവിടെ ഒരു വഴി പോലെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു കോഴി ഇട്ടിട്ടുണ്ട്. ഒരു കരിങ്കോഴിയാണ് അത് ചത്ത് കിടക്കണു. അപ്പൊ അത് മിക്കവാറും ഇന്ന് വരുമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ക്യാമറ വെച്ചിരിക്കുന്നത്. കണ്ടോ, ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുലി ഇതിലെ പോയി, ഈ വഴി കൂടെ പോയി. കണ്ടു, ചെറിയൊരു വഴി പോലെ കാണാൻ പറ്റില്ല. ഇതിലെ പുലി പോയി, പുലി അതിലെ പോയിട്ട് വാ കണ്ടു, ഇവിടെ കുറെ പപ്പ് കാണാം. അപ്പൊ ഇവിടെ നിന്നാണ് ഒരു കോഴിയെ അവൻ തിന്നത്. ഒന്നിലധികം പ്രാവശ്യം ഇതിലെ നടന്നു പോയിട്ടുണ്ട്. ഇനി പിന്നെ അതിലെ വന്ന് ആ വഴി അതിലെ പോയി ഇവിടെ നമുക്ക് ഇതുപോലെ പപ്പ് കാണാം. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത. കണ്ടോ, അവിടെ പപ്പുണ്ട്, അതുപോലെ ഇവിടെയും പപ്പുണ്ട്. പല സ്ഥലത്തിട്ട് പുലി കോഴിയെ തിന്ന് അവസാനം പുലി ഈ വഴിക്കടെ ഇവിടെ കിടന്നിട്ടുണ്ടോ അല്ലേ? ഇവിടെ കിടന്ന് കാണുമായിരിക്കും. അത് കിടന്നതായിരിക്കണം. പുല്ല് മാറി കിടക്കുന്നുണ്ട്. എന്നിട്ട് ആ വഴി അങ്ങോട്ട് പോയി. ഏത് വഴിയാ? ആ വഴി ആ കമ്പി ഇതിന്റെ അടുത്തേക്കടെ അപ്പുറത്തെ പറമ്പിൽ കൂടെ പോയി അങ്ങോട്ട് പോയി അല്ലേ? ഇനി അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറമ്പിന്റെ അപ്പുറത്ത് ഉള്ള വലിയൊരു കോളനിയാണ്. ഒരുപാട് പേര് താമസിക്കുന്ന ഒരു കോളനിയാണ്. ആ കോളനിയുടെ അപ്പുറത്ത് 2 പള്ളികളാണ്. ആ പള്ളിക്ക് 2 ഡേ കെയർ ഉണ്ട്. അപ്പോൾ തികച്ചും ജനവാസ മേഖല തന്നെയാണിത്. അവിടെ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫോറസ്റ്റുകാരെ അറിയിച്ചിരുന്നോ? ഇത് ഫോറസ്റ്റുകാരെ അറിയിച്ചു. ഫോറസ്റ്റുകാരെ അറിയിച്ചു എന്ന് പറഞ്ഞാൽ അതിന് സൗത്ത് വയനാടിന്റെ കൺട്രോൾ ഓഫീസ് ഉണ്ട്. അത് വിളിച്ചപ്പോൾ അത് പോയില്ല. പിന്നെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതും പോയില്ല. എന്നിട്ട് അവസാനം പിന്നെ ഞാൻ വയനാട് വന്യജീവി സംഘത്തിന്റെ നമ്പറിനെ വിളിച്ചു. അവർ വിളിച്ചു. അത് അധികം വയ്യാണ്ട് തന്നെ അവിടുത്തെ RRT ടീം വന്നു. അവിടുത്തെ RRT ടീം എനിക്ക് വന്ന സൗത്ത് വയനാട് ടീമിനെ വിളിച്ചു. അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം അവരൊന്ന് നോക്കി
ഇരുട്ടായതുകൊണ്ട് ഞാൻ അവരെ അധികം ഫോഴ്സ് ചെയ്തില്ല. കാരണം പുലി ഇവിടെ ഉണ്ടെങ്കിൽ ഏതാണ്ട് അവർ വന്ന സമയത്ത് ചിലപ്പോൾ പുലി ഇവിടെ ഉണ്ടായിരുന്നു കാണണം. അപ്പം തന്നെ വിളിച്ചു. ഞാൻ ഒരു 2 മണിയോടുകൂടി വിളിച്ചാദ്യം വയ്യാണ്ട് തന്നെ അവർ വരികയും ചെയ്തു. മറ്റേ കൂട്ടരും വന്നു. അവർ വന്നു ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം വന്ന് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അവരിൽ നിന്ന് ഒരു അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ടൗൺ പ്രദേശത്ത് തന്നെ ഒരു പുലി നിൽക്കുകയാണെങ്കിൽ ആ പുലിയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൂട് വയ്ക്കുകയാണെങ്കിൽ, ഇന്ന് കൂട് വച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ കൂടിനകത്ത് പുലി വീണേനെ. പക്ഷേ കൂട് വയ്ക്കാത്തതുകൊണ്ട് മിക്കവാറും പുലി വരും. കാരണം വെള്ളിയാഴ്ച വന്നു, ഈ കഴിഞ്ഞ രാത്രി വന്നു. അപ്പോൾ പുലി ഇനിയും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൂട് വയ്ക്കാത്ത മൂലം മിസ്സായിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തിരിഞ്ഞോട്ടം ഉണ്ടായിട്ടില്ല. ക്യാമറയിൽ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? പിന്നില്ലേ കൂട് വെക്കുന്നതിന് യാതൊരു സാധാരണ ഇത് പുലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്താലേ കൂട് വെക്കോളുന്നാണല്ലോ. അങ്ങനെയൊന്നുമില്ല, നിയമത്തിൽ അതൊന്നും പറയുന്നില്ല. പുലിയോ കടുവയോ ഒരു വളർത്തുമൃഗത്തെ പിടിച്ചാൽ കൂട് വെക്കാം എന്നുള്ളതാണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല, അവർ യാതൊന്നും ചെയ്തിട്ടില്ല. അത് റിസ്ക്കാണ്. അത് ഈ ബത്തേരി ടൗണിലുള്ള എല്ലാവർക്കും തന്നെ റിസ്ക്കാണ്. പുലി ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നില്ല. കാരണം ഇതിന്റെ തൊട്ടടുത്ത തമിഴ്നാട്ടിലാണ് കൊച്ചു പിള്ളേരെ പുലി പിടിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ റിസ്ക്. ഇത്രയും ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം. അതെ, നമുക്ക് ചുറ്റും നോക്കി അറിയാം. അവിടെ ഒരു ഹോട്ടൽ വരാൻ പോവാണ്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട്, അതിന്റെ അപ്പുറത്ത് വീടുകളുണ്ട്. ഇതിങ്ങനെ ആളുകൾ തിങ്ങി, അതൊരു ക്ലബ്ബാണ്, ചുറ്റും ആളുകളുള്ള സ്ഥലമാണ്. ഈ പറമ്പിൽ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും സ്ഥലം കാലിയായിട്ട്. ഇവിടെയാണ് കുറച്ച്. അതെ മീൻസ് ഒരു മരമൊക്കെ ഉള്ള സ്ഥലം. അതെ, മരമൊക്കെ ഉള്ള സ്ഥലം. ഇങ്ങനത്തെ ഒരു 2-3 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലം തന്നെയാണ്. ഇനിയിപ്പോ ഇതിങ്ങനെ ഇനി ബാക്കി കോഴികളുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത രാത്രിയിലും വരാൻ സാധ്യതയുണ്ട്. ഈ രാത്രി മിക്കവാറും ഇത് വരാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത രാത്രികളിൽ അതെന്തായാലും വരാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇത്രയും ഒരു ഏരിയയും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നൊരു സ്ഥലം മാത്രമേ ഇതേപോലെ ഇങ്ങനെ ഒരു പറമ്പായിട്ട് കിടക്കുന്നുള്ളൂ. ഈ ബത്തേരി ഈ ഒരു പ്രദേശത്ത് ബാക്കി എല്ലാം വീടുകളുള്ള സ്ഥലങ്ങളാട്ടോ. അതിനാണ് ഞാൻ ആദ്യം തന്നെ ആ ഒരു പ്രദേശം കാണിച്ചു തന്നത്. ഈ ഒരു പ്രദേശത്ത് പുലി വന്ന് ഈ കോഴിയെ ഇവിടെ ഇട്ട് തിന്നുകയും കുറേ സമയം ഇവിടെ ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ വീണ്ടും ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് രാത്രിയും വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു കോഴിയുടെ ജഡം കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയും വീണ്ടും പുലി വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു ബത്തേരിയിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. മാനും ആനയും ഇപ്പോൾ ഈ അടുത്ത് തന്നെ 2 സംഭവമായി. അതിൻ്റെ കൂടെ ഇന്ന് പുലിയുമായി. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഈ ഒരു ബത്തേരി ടൗണിൽ ഇപ്പോൾ സജീവമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആളുകൾക്കും ഇച്ചിരി പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വന്യമൃഗങ്ങൾ ഇത്തരത്തിലിങ്ങനെ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ അടുത്ത് എവിടെയാണ് ഫോറസ്റ്റ് ഉള്ളത്? ഇവിടെ നിന്ന് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലാണ് ഫോറസ്റ്റ് ഉള്ളത്. ഇവിടെ നിന്നുള്ള ഏരിയൽ ഡിസ്റ്റൻസ് ഏതാണ്ട് 1 കിലോമീറ്റർ വരും. ഏരിയൽ ഡിസ്റ്റൻസ് അതിന്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയാണ്. ഈ പുലി ആ ഭാഗത്ത് നിന്ന് വന്നതാകാനാണോ? അല്ല, ആ പുലി എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഈ പുലി എന്ന് പറയുന്നത് ഫെയർലാൻഡ് കോളനി എന്ന് പറയുന്നത് ആ ഭാഗത്ത്, നമ്മുടെ ഈ KSRTC ഗരാജ് എന്ന് പറയുന്ന ആ ഡയറക്ഷനിലാണ്. ഫെയർലാൻഡ് കോളനി എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട്, ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു കോളനിയാണ്. ആ കോളനിയിൽ ഒരു 3-4 ആഴ്ച മുമ്പ് പുലി വന്നിരുന്നു. അപ്പൊ ആ പുലി ആയിരിക്കണം ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഈ പുലി കോഴിയെ പിടിച്ച് നമുക്ക് കിട്ടിയ വിഷ്വൽ അനുസരിച്ച് ഈ പുലി ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. വനത്തിന്റെ ഡയറക്ഷനിലേക്കല്ല പുലി പോകുന്നത്. അപ്പൊ എന്റെ ബലമായ സംശയം ഇത് വനത്തിൽ നിന്ന് വന്ന പുലിയല്ല, ഇത് ഈ ബത്തേരി ടൗണിൽ എവിടെയൊക്കെയോ തമ്പടിച്ച് നിൽക്കുന്ന പുലിയാണ്. പല സ്ഥലത്തും പുലി വന്നതായിട്ട് ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ടൗണിൽ തന്നെയുള്ള പുലി ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. പൊതുവെ ഈ പുലി കോഴിയെ പിടിക്കാറുണ്ടോ? അങ്ങനെ പുലി ഇതൊരു സർപ്രൈസ് ആണ്. പുലി സാധാരണ രീതിയിൽ പുലി കോഴിയെ പിടിക്കുന്നത് കേട്ടിട്ടില്ല. ഒരു പക്ഷേ സാധാരണ രീതിയിൽ ഇല്ലാതെ വരുമ്പോൾ ചെയ്യുന്ന പോലെ ആയിരിക്കണം. സാധാരണ രീതിയിൽ ഈ പുലി പട്ടിയൊക്കെയാണ് പിടിക്കുന്നത്. ആടിനെ പിടിക്കാറുണ്ട്. കോഴിയെ അങ്ങനെ പാക്കാനൊക്കെയാണ്. അതെ, പക്ഷെ ഇതേതായാലും പുലിയാണ്, കൺഫേംഡ് ആണ്. വലിപ്പം കൊണ്ടും എല്ലാം കൊണ്ടും പുലി തന്നെയാണിത്. അങ്ങനെ കോഴിയെ പുലി പിടിക്കുന്നത് അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ബത്തേരി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് 100 മീറ്റർ ഇല്ല അത്രയും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ മുഴുവൻ ജനവാസ മേഖലയാണ്. അടുത്തടുത്ത് വീടുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ്. ഈ തൊട്ട് മുമ്പിൽ തന്നെ മൈസൂരിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ ആണുള്ളത്. അപ്പോൾ കോട്ടക്കുന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ടൗണിൽ പുലി വന്ന് ഇതുപോലെ ഒരു കോഴിക്കൂട്ടിൽ നിന്ന് കോഴികളെ 7 കോഴികളെ, കരിങ്കോഴി അടക്കം 7 കോഴികളെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ബത്തേരി ടൗണിൽ ഇത്തരം വന്യമൃഗങ്ങൾ വളരെ അധികം കൂടി വരികയാണ്. ഈ അടുത്ത 2 ആഴ്ച മുന്നെയാണ് നമ്മൾ കണ്ടത് KSRTC ഗാരേജിന് തൊട്ടപ്പുറത്ത് കാട്ടാന ഇറങ്ങി മതിലൊക്കെ പൊളിച്ച്
ആ വീടുകളുടെയൊക്കെ മതിലൊക്കെ പൊളിച്ച് അവിടെ കൃഷി നാശവും കാര്യങ്ങളൊക്കെ വരുത്തിയത് നമ്മൾ കണ്ടാണ്. അതുപോലെ തന്നെ ബത്തേരി ടൗണിൽ മാന് ഒരു കടയിൽ കയറിയത് നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടാണ്. ഇങ്ങനെ ബത്തേരി ടൗണിലേക്ക് ഇങ്ങനെ വന്യമൃഗങ്ങൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ ഇങ്ങനെ ഇത്തരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ പേടിയില്ലാതെ ഇങ്ങനെ വന്യമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നു? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടാവും. ഒന്നെങ്കിൽ കാട്ടിൽ തന്നെ വസിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അതൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം കാട്ടിലല്ല, ഇവരെല്ലാവരും നാട്ടിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോകളെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.